ഒരു ബോളിൽ നിന്ന് 14 റൺസ് നമ്മൾ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. എങ്കിൽ കൂടിയും ആ അവസാനത്തെ ബോൾ പോലും അവർ അങ്ങേയറ്റം ആവേശത്തോടെ അടിച്ച് 6 അടുപ്പിക്കാനുള്ള എല്ലാ ശ്രമവും ഇംഗ്ലണ്ട് നടത്തുന്നുണ്ട്. കരുത്തന്മാരായ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ഇന്ത്യ 2020 ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെ നമ്മൾ പറയണം. തീർച്ചയായിട്ടും സ്വപ്ന, ഇംഗ്ലണ്ട് ബാറ്റർമാരുടെ ഒരു കരുത്ത് ഒരു ഘട്ടത്തിൽ നമ്മൾ പൊരുതുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, വിജയത്തിലേക്ക് വേണ്ടി ഇംഗ്ലണ്ട് പരമാവധി ശ്രമിച്ചു. എന്തായാലും ഇപ്പോൾ ഇതാ പൂർണ്ണമായിട്ടും ഇംഗ്ലണ്ട് ബാറ്റിംഗ് അവസാനിച്ചിരിക്കുന്നു. ഇന്ത്യ വിജയിച്ചിരിക്കുന്നു. 246 റൺസ്, 7 വിക്കറ്റ് നഷ്ടത്തിൽ ഇംഗ്ലണ്ട് പുറത്തായിരിക്കുകയാണ്. 8 റൺസിന് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടീം ഇന്ത്യ T20 ലോകകപ്പ് 2026 ഫൈനലിലേക്ക് ഇതാ കുതിച്ചു കയറുന്നു എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. എന്തായാലും ടീം സ്പിരിറ്റ്, അത് ബാറ്റിംഗ് നിരയാണെങ്കിലും ബൗളിംഗ് നിരയാണെങ്കിലും ഒരുപോലെ തിളങ്ങിയ മത്സരത്തിലാണ് ഇന്ത്യ മികച്ച വിജയം സ്വന്തമാക്കിയിരിക്കുന്നത്. 253 റൺസ് എന്ന പടുകൂറ്റൻ വിജയലക്ഷ്യം ഇംഗ്ലണ്ടിന് മുൻപിൽ വയ്ക്കുന്നു. മറുവശത്ത് 20 ഓവറിൽ 246 റൺസ് നേടാനേ ഇംഗ്ലണ്ട് പടയ്ക്ക് സാധിക്കുന്നുള്ളൂ. അവസാന ഓവറുകളിലൊക്കെ തന്നെ വലിയൊരു തിരിച്ചുവരവിന് വിജയത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലൊക്കെ എന്തായാലും ഇംഗ്ലണ്ട് നടത്തിയെങ്കിലും ഇന്ത്യൻ ബൗളേഴ്സിന് മുമ്പിൽ, പ്രത്യേകിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഹാർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ അടക്കമുള്ള താരങ്ങളുടെ മുൻപിൽ എന്തായാലും ഇംഗ്ലണ്ട് പടക്കി പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു ഫൈനൽ പ്രവേശനത്തിലേക്ക് ഒരു പക്ഷേ ഇന്ത്യയുടെ ഒരു ബാഹുബലിയായി മാറിയത് ഒരു പക്ഷേ സഞ്ജു സാംസൺ എന്ന് തന്നെ പറഞ്ഞിരിക്കണം. ടീമിനെ തോളിലേറ്റി ചുമന്ന് അദ്ദേഹം ഫൈനലിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഈ 2 മത്സരങ്ങളും നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കതാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രധാനപ്പെട്ട കമന്റേറ്റേഴ്സ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ബൈബിളിൽ തന്നെ സാംസൺ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ഒരു ഘട്ടത്തിൽ പൂർണ്ണമായിട്ടും സാംസൺ വളരെ കരുത്തുറ്റ വ്യക്തിയായിരുന്നു. പക്ഷേ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ശക്തി ചോർന്നു പോകുന്നു. വീണ്ടും അദ്ദേഹം പ്രാർത്ഥിക്കുകയും വീണ്ടും ആ ഒരു കരുത്ത് പ്രകടിപ്പിക്കാൻ ഒരു അവസരം ലഭിക്കണമേ എന്ന് ആവശ്യപ്പെടുന്നതനുസരിച്ച് അദ്ദേഹത്തിന് കരുത്ത് ലഭിക്കുകയും ചെയ്യുന്നു. ഏറ്റവും അവസാന ഘട്ടത്തിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും കരുത്തിനായി തിരിച്ചു വരുന്നൊരു കാഴ്ച നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. സമാനമായ രീതിയിലാണ് സഞ്ജു സാംസൺ ആ പേരിനെ പൂർണ്ണമായിട്ടും അന്വർത്ഥമാക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ നോക്കൌട്ട് ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരമായിരുന്നു വിൻഡീസിനെതിരെ നടന്നത്. ആ കരീബിയൻ താരങ്ങൾക്ക് നേരെ തൻ്റെ ഏറ്റവും മികച്ച ഇന്നിങ്സ് കാഴ്ചവെക്കാൻ മലയാളി താരം കൂടിയായ സഞ്ജു സാംസന് സാധിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആണെങ്കിൽ, ഇത്തവണ ഇതാ ഇന്ത്യൻ ടീമിനെ സ്വന്തം തോളിലേറ്റി ഫൈനലിലേക്ക് എത്തിക്കുവാൻ ആ താരത്തിന് സാധിച്ചു എന്നുള്ളത് മലയാളിയായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാന മുഹൂർത്തമാണ്, അഭിമാന നിമിഷമാണ്. മലയാളത്തിന്റെ മുത്ത് സഞ്ജു സാംസൺ. ഈ പറഞ്ഞതുപോലെ ലിജിൻ, ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് സഞ്ജുവിന് തൻ്റെ മോശം പ്രകടനത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെ. ഇപ്പോൾ അവരുടെ എല്ലാം വിമർശകരുടെ എല്ലാം വായടപ്പിക്കുന്ന ഒരു പ്രകടനമാണ് ഇപ്പോൾ സഞ്ജു സാംസൺ കാഴ്ചവെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും സഞ്ജു പല റെക്കോർഡുകളും ഇതിനോടൊപ്പം തന്നെ ഫിനിഷ് ചെയ്തു കഴിഞ്ഞു. അതായത് ഈ 2ാം ഇന്നിങ്സിൽ ചേസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഉയർന്ന സ്കോർ നേടുന്ന താരമായി വിരാട് കോഹ്ലിക്കൊപ്പം സഞ്ജു സാംസൺ എത്തുന്നു. അതോടൊപ്പം തന്നെ 3 മത്സരങ്ങൾ മാത്രമാണ് സഞ്ജു ഇതുവരെയും കളിച്ചിട്ടുള്ളത്. ഈ 3 മത്സരങ്ങളിൽ നിന്നും തന്നെ 16 സിക്സർ പായിച്ചുകൊണ്ട് സഞ്ജു ആ ഒരു സിക്സർ അടിക്കുന്ന പട്ടികയിൽ തന്നെ 4ാം സ്ഥാനത്ത് ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. അതായത് പൂർണ്ണമായിട്ടും ഈ നേരത്തെ ഉണ്ടായിരുന്ന വിമർശനങ്ങൾ അല്ലെങ്കിൽ അതിനൊക്കെ തന്നെ ഈ വായടപ്പിച്ചുള്ള ഒരു മറുപടി അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്നും ഉണ്ടാകുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും തന്നെ വളരെ വ്യക്തമായിട്ട് കാണാം ഇന്ത്യൻ ആരാധകർ എത്രത്തോളം ആവേശപൂരിതമാണ്. ഈ മത്സരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, സെമിയിൽ എന്തായാലും ഇന്ത്യ ഇംഗ്ലണ്ടിനെ തറ പറ്റിച്ചിരിക്കും. വാങ്കഡെ റൺ ഒഴുകുന്ന പിച്ചാണ്, വലിയ രീതിയിലുള്ള റൺസ് ഉണ്ടാകാൻ സാധ്യതയുള്ള മണ്ണാണ്. പക്ഷേ അവിടെ ഇന്ത്യൻ ബാറ്റർമാർക്കും ഇന്ത്യൻ ബൗളർമാർക്കും മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇംഗ്ലണ്ടിന് സാധിക്കില്ല എന്ന് ആരാധകർ പ്രതീക്ഷിച്ചതുപോലെ പറഞ്ഞതുപോലെ ഏകപക്ഷീയമായ ഒരു മത്സരത്തെക്കാൾ ഒപ്പത്തിനോടൊപ്പമുള്ള തുല്യ ശക്തികൾ തമ്മിലുള്ള കരുത്തന്മാരുമായുള്ള ഒരു ഏറ്റുമുട്ടലാണ് എപ്പോഴും നമുക്ക് ക്രിക്കറ്റിൽ പ്രത്യേകിച്ച് ഒരു ആവേശത്തിന്റെ കൊടുമുറിയിൽ നമ്മളെ ഏറ്റുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിന്റെ പ്രകടനത്തെ നമുക്കങ്ങനെ കണ്ണടയ്ക്കാൻ സാധിക്കില്ല. ഈ പറഞ്ഞതുപോലെ ജേക്കബ് ബേത്തലിന്റെ 105 റൺസ്, 48 ബോളിൽ നിന്നാണ് 105 റൺസ് അദ്ദേഹം നേടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പൊരുതി വീണു എന്ന് തന്നെ നമുക്ക് ഇംഗ്ലണ്ട് ടീമിനെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം സെഞ്ചുറി നേടി അദ്ദേഹം ജേക്കബ് ബേത്തൽ ഈ വളരെ മികച്ച ഒരു ഇന്നിങ്സാണ് ഇംഗ്ലണ്ടിന് വേണ്ടി നടത്തിയത്. മാത്രവുമല്ല വിൽ ജാക്സ്, ആ 2 താരങ്ങളും ക്രീസിലുണ്ടായിരുന്നപ്പോൾ ഇന്ത്യൻ താരങ്ങളുടെയും അതോടൊപ്പം തന്നെ ആരാധകരുടെയും മുഖം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരു പരാജയം മണക്കുന്നുവോ എന്ന തരത്തിലുള്ള ഒരു ആശങ്ക എല്ലാവരുടെ മുൻപിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ 2 വിക്കറ്റുകളും പൂർണ്ണമായിട്ട് വീഴ്ത്തി. ബേത്തലിന് അവസാന ഓവറിലാണ് റൺഔട്ട് ആക്കാൻ സാധിച്ചു എങ്കിൽ പോലും ഈ വിൽ ജാക്സനെ നേരത്തെ തന്നെ പുറത്താക്കിക്കൊണ്ട് വീണ്ടും ഇന്ത്യ മത്സരത്തിലേക്ക് മടങ്ങി വരുന്നൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്തായാലും വലിയ ഒരു വിജയം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒറ്റയാൾ
പോരാട്ടത്തിന് പോലും ഇംഗ്ലണ്ടിനെ വിജയിപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഒരു പിടി താരങ്ങളുടെ ഏറ്റവും മികച്ച മനോഹരമായിട്ടുള്ള തീർച്ചയായും ലിജിൻ, അങ്ങേയറ്റം സന്തോഷത്തോടെ അഭിമാനത്തോടെയൊക്കെ ഒരുപക്ഷെ നമ്മൾ ഇന്ത്യക്കാർക്ക്, ക്രിക്കറ്റ് പ്രേമികൾക്ക് ഇന്ന് ഉറക്കത്തിലേക്ക് പോകാം. 2020 വേൾഡ് കപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ പ്രവേശിച്ചിരിക്കുന്നു. കരുത്തന്മാരായ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ഇന്ത്യ ഫൈനൽ പ്രവേശനം നടത്തിയിരിക്കുന്നു. ലിജിനാണ് വിവരങ്ങൾ നൽകിയത്.